ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെ എയർ ഫ്രയർ ഉപയോഗിച്ച് അടിപൊളിയായിട്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. നമ്മളിപ്പോൾ ഇതിൽ വേറെ ഒരു കളറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം മല്ലിയില വേണം, പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് 10 ഉള്ളിയും കൂടെ വേണം. ഇനിയിപ്പോൾ ഇതെല്ലാം ആയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1/2 ഗ്ലാസോളം തൈര്, കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു മസാല ചിക്കനിൽ നന്നായി പിടിക്കത്തുള്ളൂ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കത് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 5 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എയർ ഫ്രയറിലേക്ക് മാറ്റാം. നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഓയിൽ കൺസംഷനൊക്കെ വളരെയധികം കുറവാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എയർ ഫ്രയർ അടച്ച് വയ്ക്കാം. നമ്മളിവിടെ 200 സെൻറ്റിഗ്രേഡിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 18 മിനിറ്റാണ് നമ്മളിവിടെ ടൈമർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 18 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മറച്ചിട്ട് എല്ലാ പീസുമിൻ്റെ മുകളിലും ഒന്നും കൂടെ വെളിച്ചെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ പീസുകളും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കി 8 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 12 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് എയർ ഫ്രൈയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ആകെ 2 തവണയാണ് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ചിക്കനിലുള്ള ഫാറ്റൊക്കെ ഒരുക്കി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫാറ്റ് കൺസംഷനും കുറവാണ്. സകയ്ക്ക് മുൾഭാഗം മുറിച്ച് അതിൽ ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു.